بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. സ്നേഹം നിറഞ്ഞ അധ്യക്ഷൻ, മറ്റു സഹോദരീ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തിനീ ജീവിതം എന്ന ഒരു വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണത്. പലർക്കും പല ഉത്തരമുള്ള, ഒരുപാട് ഉത്തരങ്ങളുള്ള വലിയൊരു ചോദ്യം, എന്തിനീ ജീവിതം? പല മേഖലയിൽ പ്രവർത്തിക്കുന്ന, പല മതസംഘടനകൾ പ്രവർത്തിക്കുന്ന, ദൈവത്തിൽ വിശ്വാസമില്ലാത്ത, ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും, പലർക്കും പല ഉത്തരമുള്ള ഒരു ചോദ്യം, എന്തിനീ ജീവിതം? എന്നാൽ അള്ളാഹു അതിന് നമ്മോട് വ്യക്തമായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, എന്തിനീ ജീവിതം എന്നതിന്. ഖുർആനിൽ സൂറത്തു ദാരിയാത്തിൽ 56-ാമത്തെ സൂക്തം, വമാ ഖലഖ്തൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, വമാ ഖലഖ്തൽ ജിന്ന വൽ ഇൻസ, മനുഷ്യനെയും ജിന്നിനെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ. അതിന്റെ ഉത്തരമാണത്. എന്തിനാണ് മനുഷ്യനെ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചയച്ചത്? നമുക്കിവിടെ വർഷങ്ങളോളം ജീവിക്കാനുള്ള സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും അള്ളാഹു നൽകിയത് എന്തിനാണ്? അതൊന്നിനു മാത്രം, അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല, മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല അല്ലാഹ്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഒന്നാമത്തെ കാര്യമാണത്. മനുഷ്യനെ സൃഷ്ടിച്ചതിലെ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനെ ആരാധിക്കുക, അവന് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുക, അവന് വേണ്ടി പ്രാർത്ഥിക്കുക, അവന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. അതിന്റെ ബാക്കി പത്രമായിട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന, ഈ ലോകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു എല്ലാ പ്രവർത്തനങ്ങളും അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മോടൊരാൾ ചോദിക്കുന്നു, നീ എന്തിനു ജീവിക്കുന്നു? ഞാൻ നേരത്തെ പറഞ്ഞവർ പലർക്കും പല ഉത്തര. ചിലർ പറയുന്നു, എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നു, എന്റെ മക്കൾക്ക് വേണ്ടിയാണ് എന്റെ ജീവിതം ഞാൻ മാറ്റിവെച്ചിട്ടുള്ളത്, ഞാൻ ഈ ഗൾഫിൽ വന്ന് അധ്വാനിക്കുന്നത് എന്റെ മക്കൾക്ക് വേണ്ടിയാണ്, എന്റെ കുടുംബത്തിന് വേണ്ടിയാണ്, എനിക്ക് 2 പെൺമക്കളാ, അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. അല്ലേ? പലർക്കും അതുപോലെ ഒരുപാട് ഉത്തരങ്ങളാണ് ഉള്ളത്. സത്യത്തിൽ നാം ജീവിക്കേണ്ടത് ആർക്ക് വേണ്ടിയാണ്? നാം ഓരോരുത്തരും ജീവിക്കേണ്ടത് അവനവൻക്ക് വേണ്ടിയാണ്. ഞാൻ ജീവിക്കേണ്ടത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ ജീവിക്കേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല. ഞാൻ ജീവിക്കേണ്ടത് നാളെ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുമെന്ന ഉദ്ദേശത്തോടു കൂടി അള്ളാഹുവിന് പ്രവർത്തിക്കാനും അവനെ ഇബാദത്ത് ചെയ്യാനും വേണ്ടിയാണ് നാം ജീവിക്കേണ്ടത്. അതിന്റെ ബാക്കി പത്രമായി വരുന്ന കാര്യങ്ങളാണ് മറ്റുള്ളതെല്ലാം. അപ്പൊ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണ്ടേ? വേണ്ടതാണ്. നമ്മുടെ കുടുംബം നോക്കണം. അതെന്തിനു വേണ്ടിയാ? നമുക്ക് വേണ്ടിയാകണം, അവർക്ക് വേണ്ടിയല്ല. നമുക്ക് വേണ്ടിയാണ് നാം നമ്മുടെ കുടുംബം നോക്കുന്നത്. എന്തിന്? നാം അവരെ കുടുംബം നോക്കിയാൽ അതിന്റെ ഫലമായി അള്ളാഹു കൽപ്പിച്ച നമ്മുടെ കുടുംബം നോക്കണമെന്ന്. അത് നമ്മുടെ ബാധ്യതയാ. ആ ബാധ്യത നമ്മൾ നിറവേറ്റിയാൽ നാളെ അള്ളാഹുവിന്റെ പരലോകത്ത്, അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗം ലഭിക്കണമെന്ന ഉദ്ദേശമാണ് നമുക്കുള്ളത്. അതിനു വേണ്ടിയാ നാം അത് ചെയ്യുന്നത്. നമ്മൾ സംഭാവനകൾ ചെയ്യുന്നു, ആളുകളെ സഹായിക്കുന്നു. എന്തിനു വേണ്ടിയാ? ആ ആളുകൾ രക്ഷപ്പെടണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഉദ്ദേശം. അല്ല, ഒന്നാമത്തെ ഉദ്ദേശം വേണ്ടത്, നമ്മൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഒന്നാമത്തെ ഉദ്ദേശം അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമാണ്, അതിന്റെ ഈ ലോകത്തുള്ള ഫലനമാണ്. മറ്റൊരാൾ അതുകൊണ്ട് രക്ഷപ്പെടുന്നു എന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെടുന്നു, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നമുക്കുണ്ടാകുന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രതിഫലങ്ങൾ ലഭിക്കുന്നു, അതിന്റെയും പ്രതിഫലം നമുക്ക് കിട്ടുന്നു. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്തായിരിക്കണം? നാം എന്തിനു ജീവിക്കണം? നമുക്ക് വേണ്ടി. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് പ്രതിഫലമായി ലഭിക്കാൻ വേണ്ടിയായിരിക്കണം.
നമ്മൾ സക്കാത്ത് കൊടുക്കുന്നു. എന്താ സക്കാത്തിന്റെ ഒന്നാമത്തെ ഉദ്ദേശം? എന്താ? സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ പറയും പാവങ്ങളെ സഹായിക്കാൻ, പാവപ്പെട്ടവരില്ല. ഒന്നാമത്തെ സക്കാത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം നമ്മുടെ വിശുദ്ധിയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലമാണ് സക്കാത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. അതിന്റെ അനന്തരഫലം ഈ ലോകത്തുള്ള ഒരു ഫലമാണ്. അതുകൊണ്ട് മറ്റുള്ളവർ രക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ മറ്റുള്ള പല സംഗതികളും അതുകൊണ്ട് നടന്നു പോകുന്നു എന്നുള്ളത് മുമ്പൊരിക്കൽ ഇവിടെ സൂചിപ്പിച്ചു പോയതാണ്. സൂറത്തുൽ അസർ നമുക്കറിയാം, നമ്മൾ വിശദീകരിച്ച ഒരു വിഷയമായിരുന്നത്. അള്ളാഹു 4 കാര്യങ്ങളെ കുറിച്ച്, അള്ളാഹു കാലത്തെ കുറിച്ച് സത്യം ചെയ്തുകൊണ്ട് 4 കാര്യങ്ങൾ പറഞ്ഞു. മനുഷ്യൻ പ്രവർത്തിക്കേണ്ട 4 കാര്യങ്ങൾ. വല്ലസർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരെല്ലാം നഷ്ടത്തിലാകുന്നു. എന്നിട്ട് 4 വിഭാഗത്തെ പറയാ. ആരൊക്കെയാണ്? ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ. ആരാ വിശ്വസിച്ചവർ? അള്ളാഹുവിൽ വിശ്വസിച്ചവർ, അള്ളാഹുവിന് വേണ്ടി ആരാധനകളും മറ്റു സൽക്കർമ്മങ്ങളും അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നവർ. വല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർ. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും ഉപദേശിക്കുന്നവർ. നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യമല്ലേ അത്? നമ്മൾ നമസ്കരിക്കുന്നു, നോൻപ് നോൽക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. അവിടെ തീർന്ന നമ്മുടെ ബാധ്യത? ഇല്ല. നമുക്ക് കിട്ടിയ ഈ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാണത്. നമുക്ക് കിട്ടിയ അറിവ്, നമ്മൾ അറിഞ്ഞ സത്യങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, നമുക്ക് കഴിയുന്ന വിധത്തിൽ അവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ. നാളെ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ നിർബന്ധമായിട്ടും നമ്മളത് ചെയ്തിരിക്കണം. ഒന്നുകൂടി പറഞ്ഞല്ലോ, വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് ഉപദേശിക്കുക. അതുപോലെ അള്ളാഹുവിൽ നിന്നുള്ള വരുന്ന പരീക്ഷണങ്ങൾ ക്ഷമയോടുകൂടി അത് സ്വീകരിക്കുവാൻ, ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കി അത് സ്വീകരിക്കുവാൻ കഴിയുക. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ ആയത്ത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. എന്താ പറഞ്ഞേ? മരണവും ജീവിതവും സൃഷ്ടിച്ചവനാവുന്നു അവൻ. അത് എന്തിനു വേണ്ടി? നിങ്ങളിൽ ആരാണ് കൂടുതൽ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി. അവനത്രേ വളരെ പൊറുക്കുന്നവനായ പ്രതാപശാലി. അവെന്തിനാ നമ്മളെ സൃഷ്ടിച്ചത്? അവിടെയും പറഞ്ഞു, നമ്മളെ എന്തിനാ സൃഷ്ടിച്ചത്? നമ്മളിൽ ആരാണ് നല്ലത് പ്രവർത്തിക്കുന്നതെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് നമ്മെ ഈ ലോകത്തേക്ക് അയച്ചത്. അപ്പൊ നമ്മുടെ ഓരോ പ്രവർത്തനത്തിന്റെയും ഉദ്ദേശം നാളെ പരലോകമായിരിക്കണം, അള്ളാഹുവിൽ നിന്നുള്ള രക്ഷയായിരിക്കണം. അതാണ് നമ്മുടെ ഈ ജീവിതത്തിന്റെ ഉദ്ദേശം, ജീവിതത്തിന്റെ ലക്ഷ്യം. നമ്മുടെ സമ്പാദ്യം, നമ്മുടെ സമയം, ഒഴിവു സമയം, നമ്മൾ അതെല്ലാം നീക്കി വെക്കേണ്ടത് ഈ കാര്യത്തിനാ. എന്നാൽ ഈ ലോകത്തെ കാര്യങ്ങൾ ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബാധ്യതയാണത്. അള്ളാഹുവിനെ ആരാധിച്ച് അവന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹവുമായി പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ബാധ്യതയായിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നു. അതെല്ലാം ചെയ്യണം. അതിന്റെ എല്ലാം ഉദ്ദേശം അവരുടെ ആളാവണമെന്നോ ആളായി ചമഞ്ഞു നടക്കണമെന്നോ എന്നുള്ളതല്ല. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അതിന് പ്രതിഫലം കിട്ടണം എന്നുള്ളതാണ് നമ്മൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുടെ എല്ലാത്തിന്റെയും ഉദ്ദേശം. അള്ളാഹു നമുക്ക് കനിഞ്ഞു നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ, അതിന് നന്ദിയുള്ളവരായിരിക്കണം നാം. അള്ളാഹു നമുക്ക് സാമ്പത്തികമായി നമുക്ക് പലർക്കും പല അനുഗ്രഹങ്ങളും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. ഞാൻ നൽകിയതിൽ നിങ്ങൾ ചിലവഴിക്കുക എന്ന അള്ളാഹു പറഞ്ഞത്. ഞാൻ നൽകിയതിൽ നിന്ന് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. നമ്മുടെ ആരും അവകാശമല്ല നമുക്ക് കിട്ടിയത്, അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. നമുക്ക് ഒരു വലിയ മുതലാളി, ഒരു കോടീശ്വരനായ മുതലാളി നമ്മോട് പറയുകയാണ്, ഇന്ന ഒരു വർഷത്തേക്കുള്ള നിനക്കുള്ള ചിലവിനുള്ള പൈസ ഞാൻ തരാം, ഞാൻ ഇത്രയും സംഖ്യ നിനക്ക് തരാം, നീ എന്ത് ചെയ്യണം? ആ പണം എന്റെ പേരിൽ നിനക്ക് അതിന് എത്ര വേണമെങ്കിലും നിന്റെ ആവശ്യത്തിന് ഉപയോഗിക്കാം, നിനക്ക് ചെലവഴിക്കാം, നിന്റെ കുടുംബത്തിനെടുക്കാം. പക്ഷേ നീ എന്റെ പേരിൽ അതിൽ നിന്നും പ്രവർത്തിച്ചാൽ, എന്റെ പേരിൽ നീ എന്ത് പ്രവർത്തിക്കുന്നോ അതിന് ഇരട്ടിയായി ഞാൻ നിന്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞാൽ, ഒരു കൊല്ലം ഞാൻ നിനക്ക് പൈസ തരുന്നു, നീ ഇന്ന സ്ഥലത്ത് വന്നിട്ട് ഇന്ന വാങ്ങിക്കൊള്ളുക എന്ന് പറയാ. ഇതിൽ നിന്നും നീ 1000 എന്റെ പേരിൽ ചിലവാക്കിയാൽ നിനക്ക് 1000-ആയോ 2000-ആയോ 7000-ഓ 70,000-ആയിട്ട് നിന്റെ ബാങ്കിൽ ഞാൻ നിക്ഷേപിക്കും നിനക്ക്. അതിന്റെ കണക്ക് നമ്മോട് പറയുന്നില്ല. എന്നോട് പറയാ, നീ ഒരു കൊല്ലം ഇതുകൊണ്ട് ജീവിക്കുക, ഇങ്ങനെ ജീവിക്കുക
എന്നിട്ട് ആ ഒരു വർഷം കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ഈ സമ്പാദ്യം മുഴുവൻ നിന്റേതാണ്, നിന്റെ ബാങ്ക് അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും നിന്റേതാണെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്യും? ഓടി നടക്കില്ലേ നമ്മൾ അതിന്റെ പേരിൽ ചിലവഴിക്കാൻ? കാരണം നമുക്കറിയാം, ഒരു കൊല്ലം ജീവിച്ചാൽ മതി. നമ്മൾ അങ്ങനെ ഒരു കൊല്ലം ജീവിച്ചാൽ നമുക്കറിയാം, ആ ഒരു വർഷം കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം മുഴുവൻ നമുക്കുള്ളതാണ്. ആ ഒരു കൊല്ലം കഷ്ടപ്പെട്ടാൽ മതി. നമ്മൾ നമ്മുടെ കുടുംബത്തോട് പറയും, ഭാര്യയോട് പറയും, ഇന്നാ ഇങ്ങനെ സംഗതി, ഒരു കൊല്ലമേ നമ്മൾ കഷ്ടപ്പെടേണ്ടുള്ളൂ, അതുകൊണ്ട് നമ്മൾ അല്പം ഒന്ന് പിടിച്ച് ജീവിക്കണം. വലിയ മണിമാളികൾ കെട്ടുമോ നമ്മൾ? ഇല്ല. ഉള്ളതിൽ നമ്മൾ ജീവിക്കും, ഇല്ലെങ്കിൽ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കി അതിൽ ജീവിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ പറഞ്ഞവന്റെ പേരിൽ ചെലവഴിച്ചു കൊണ്ടിരിക്കും. എന്നാൽ അതല്ലേ അള്ളാഹു പറഞ്ഞത്? ആ ഉദാഹരണം വെച്ച് നോക്കൂ. ആ ഒരു കൊല്ലത്തെ ജീവിതമാണ് നമുക്ക് ഈ ലോകത്ത് തന്നത് എന്ന് കണക്ക് കൂട്ടി നോക്കിയേ. ഒരു കൊല്ലത്തെ ജീവിതം, അതാണ് നമ്മുടെ ആയുസ് എന്ന് വെക്കുക. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഞാൻ തന്നിൽ നിന്നും ചിലവഴിക്കുക, നിനക്ക് നീ അറിയാത്തത്ര പ്രതിഫലം പറഞ്ഞിട്ടില്ല, കണക്ക് പറഞ്ഞിട്ടില്ല. ഇരട്ടിയായോ, 7 ഇരട്ടി 70 ഇരട്ടി എത്രയും ആവാം. ആ ഒരു വലിയ സമ്പാദ്യം നാളെ പരലോകത്ത് കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്ത് പ്രവർത്തിക്കുന്ന പോലെ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മുടെ സമ്പാദ്യം അതിനു വേണ്ടി ചിലവഴിക്കുന്നുണ്ടോ? നാം ഓരോരുത്തരും ചിന്തിക്കുക. അപ്പോൾ നാം പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിത ലക്ഷ്യം നാളെ പരലോകമായിരിക്കണം. ഈ ലോകത്ത് അള്ളാഹു നമുക്ക് നൽകിയ സൗകര്യങ്ങളും സുഖങ്ങളുമെല്ലാം ഉപയോഗപ്പെടുത്തി നമുക്ക് ജീവിക്കാം. പക്ഷേ അള്ളാഹുവിനെ മറന്നുകൊണ്ടാകരുത്. എന്നാൽ മനുഷ്യരിലെ നല്ല ഒരു വിഭാഗം ആളുകൾ ആ ചിന്തയോടും ആ വിശ്വാസത്തോടും കൂടിയല്ല ജീവിക്കുന്നത്. ഈ ലോകത്തോടു കൂടി ഈ ജീവിതം അവസാനിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അള്ളാഹുവിന്റെ സൃഷ്ടികളായ മനുഷ്യരെയും മറ്റു രൂപങ്ങളെയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മറ്റൊരു വിഭാഗം ആളുകൾ. എന്നാൽ നാളെ പരലോകവും സ്വർഗവും നരകവും ഉണ്ടെന്ന എല്ലാ വിശ്വാസമുണ്ടായിട്ടും അള്ളാഹുവിൽ പങ്കുചേർത്ത് ഏറ്റവും മഹാപാപമായ ശിർക്ക് ചെയ്ത് ജീവിക്കുന്ന നല്ലൊരു വിഭാഗം ആളുകൾ. ഞങ്ങളാണ് തൗഹീദിന്റെ വാക്താക്കൾ എന്ന് പറഞ്ഞ് മുന്നിലോടിയിട്ട് അവസാനം അള്ളാഹുവിന്റെ സൃഷ്ടികളായ ജിന്നുകളോടും മലക്കുകളോടും പ്രാർത്ഥിച്ചാലേ ശിർക്കാവൂ, അവരോട് സഹായം തേടിയാൽ ശിർക്കാകില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം. ഈ വിശ്വാസങ്ങളൊന്നും നാളെ പരലോകത്ത് അവർക്ക് രക്ഷക്കെത്തുകയില്ല. ഇതെല്ലാം നരകത്തിലേക്കുള്ളതാണ്. ഖുർആൻ പറഞ്ഞല്ലോ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു എന്ന്. നമ്മുടെ പ്രാർത്ഥനയും ആരാധനയും മറഞ്ഞ വഴിക്കുള്ള സഹായ തേട്ടവുമെല്ലാം അള്ളാഹുവിന് മാത്രമായിരിക്കണം. അതിന് നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ നിർത്തുകയാണ്. നമ്മുടെ ഈ സമയക്കുറവ് ഈ സമയത്ത് പരിഗണിച്ചുകൊണ്ട് ഇനി കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു ആയത്ത് കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സൂറത്തുൽ അൻഫാലിലെ 55-ാമത്തെ ആയത്ത്. ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹില്ലദീ കഫറൂ ഫഹും ലാ യുഅ്മിനൂൻ. ഖുർആൻ പറഞ്ഞു, നിശ്ചയമായും അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട ജന്തു. അങ്ങനെ പറഞ്ഞത്. നമ്മളോട് ഒരാൾ ചോദിക്കുക, നമുക്ക് ഏറ്റവും മോശപ്പെട്ട ജന്തു എന്താ, ഏതാ ചോദിച്ചാല് നമ്മളിങ്ങനെ പല ജീവികളെ പറയും അല്ലെ, അല്ലെങ്കിൽ പന്നി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവി. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹു പറഞ്ഞു, ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട ജന്തു യാതൊരു കൂട്ടരാണ്, അവൻ അവിശ്വസിച്ചവനാണ്. ഇൻദല്ലാഹില്ലദീന കഫറൂ, അവിശ്വസിച്ച കാഫിര്യങ്ങളാണ് എന്ന്. കാഫിര്യങ്ങളാണ് രാമനും ചന്ദ്രനും ആ കാഫിര് അല്ല. കാഫിർ എന്ന അവിശ്വസിച്ചവർ. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു ഏകനാണ് അള്ളാഹു എന്ന കാര്യം, അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങൾ അത് മറച്ചു വെച്ചവൻ, അതിൽ അവിശ്വസിച്ചവൻ ആരാണോ അത് ഏത് വിഭാഗത്തിലാണെങ്കിലും പെടും. അള്ളാഹുവിനെ അവിശ്വസിച്ചവനാകുന്നു അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വെറുക്കപ്പെട്ട ജന്തു എന്ന് ഖുർആൻ പറയുകയുണ്ടായി. എന്നാൽ ഖുർആന് മറ്റൊരു സ്ഥലത്ത് ഇതേ മനുഷ്യനെ കുറിച്ച് പറഞ്ഞല്ലോ. സൂറത്തു തീനിലെ നമുക്കറിയാം, സൂറത്തു തീനിലെ 4-ാമത്തെ സൂക്തം. സൂറത്തു തീൻ നോക്ക്. വത്തീനി വസ്സൈത്തൂൻ വതൂരി സീനീന വആദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തക്വീം. ഏറ്റവും നല്ല രൂപത്തിൽ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ. അങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ സൃഷ്ടിയായ മനുഷ്യൻ എങ്ങനെയാണ് അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ടവനും മോശപ്പെട്ടവനാകുന്നത്? അവനിൽ പങ്കു ചേർക്കുമ്പോൾ, അവനിൽ അവിശ്വസിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളിൽ അതുപോലെ വന്നു പോകാതിരിക്കാൻ
നമ്മളിൽ അതുപോലെയുള്ള വിശ്വാസങ്ങൾ, അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ വരാതിരിക്കാൻ ഈ അനുഗ്രഹങ്ങൾ, ഈ ജീവിതം നമുക്ക് അള്ളാഹു തന്നതാണെന്ന വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കാൻ നമ്മൾ മുൻകൈയെടുക്കുക, നമ്മൾ ഓർമ്മപ്പെടുത്തുക. ഞാൻ നിർത്തുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.